മലബാർ പ്രവാസി കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കേരള സർക്കാർ പ്രവാസികൾക്കായി പുതുതായി നടപ്പിലാക്കുന്ന നോർക്ക കെയർ ഇൻഷുറൻസ് ബോധവൽക്കരണവും രജിസ്ട്രേഷനും സംഘടിപ്പിച്ചു. നോർക്ക പ്രവാസി അംഗത്വ രജിസ്ട്രേഷനും പ്രവാസി ക്ഷേമനിധി, പ്രവാസി പെൻഷൻ എന്നിവയെക്കുറിച്ചുള്ള മുഖാമുഖവും ഇതോടൊപ്പം നടന്നു. ഓർമ്മ സാംസ്കാരിക സംഘടനയുമായി സഹകരിച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത്. പരിപാടിയുടെ ഉദ്ഘാടനം അംഗങ്ങളുടെ ഓൺലൈൻ രജിസ്ട്രേഷന് തുടക്കമിട്ടുകൊണ്ട് അഡ്വക്കേറ്റ് മുഹമ്മദ് സാജിദ് നിർവഹിച്ചു. തുച്ഛവരുമാനക്കാരും ഇൻഷുറൻസ് പരിരക്ഷയില്ലാത്തവരുമായ സാധാരണ പ്രവാസികൾക്കും കുടുംബത്തിനും താങ്ങാവുന്ന ഏറെ പ്രയോജനപ്രദവും ബൃഹത്തായ ആരോഗ്യ പരിരക്ഷ നൽകുന്നതുമായ ഒരു പദ്ധതിയാണ് നോർക്ക കെയർ ഇൻഷുറൻസ് പദ്ധതിയെന്നും അർഹരായ എല്ലാ പ്രവാസികളും ഈ അവസരം വിനിയോഗിക്കണമെന്നും അഡ്വക്കേറ്റ് മുഹമ്മദ് സാജിദ് അഭിപ്രായപ്പെട്ടു. ഇതിൽ അംഗങ്ങളാകുന്നവർക്കും ഭാര്യ, 2 കുട്ടികൾ എന്നിവർക്കും 5 ലക്ഷം രൂപയുടെ ആരോഗ്യ പരിരക്ഷ ഈ പദ്ധതി ഉറപ്പു നൽകുന്നുണ്ട്. നോർക്ക പ്രതിനിധികളായി പങ്കെടുത്ത ബിജു വാസുദേവൻ, മിഥുൻ എന്നിവർ പദ്ധതികളെക്കുറിച്ച് വിശദീകരിച്ചു. അംഗങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടിയും നൽകി. കേരള സർക്കാർ നോർക്ക മുഖാന്തരം നടപ്പിലാക്കുന്ന വിവിധ പദ്ധതികളിൽ പ്രധാനമായും 2 പദ്ധതികളാണ് പ്രവാസി നോർക്ക കാർഡും പ്രവാസി ഇൻഷുറൻസും. ഇതോടൊപ്പം പ്രവാസി ക്ഷേമനിധിയുടെ കീഴിൽ പ്രവാസി പെൻഷൻ പദ്ധതിയും നിലവിലുണ്ട്. പ്രവാസി ഇൻഷുറൻസ് പദ്ധതിയിലേക്കുള്ള രജിസ്ട്രേഷൻ ഈ മാസം 31-ന് അവസാനിക്കും. കേരളപ്പിറവി ദിനമായ നവംബർ 1 മുതലാണ് ഇൻഷുറൻസ് പദ്ധതി നിലവിൽ വന്നത്. ചടങ്ങിൽ മലബാർ പ്രവാസി വൈസ് പ്രസിഡന്റ് മൊയ്തു കുറ്റ്യാടി അധ്യക്ഷത വഹിച്ചു. മുരളീകൃഷ്ണ, സക്കറിയ പോൾ, ഷൈജ, ഷഫീഖ്, നബീൽ തുടങ്ങിയവർ സംസാരിച്ചു. സെക്രട്ടറി ശങ്കർ നാരായൺ സ്വാഗതവും നൌഷാദ് നടുക്കളത്തിൽ നന്ദിയും പറഞ്ഞു. NTV, ദുബായ്. NTV UAE, to the world.